ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ട് ഇതാ IPL-ൽ ആ വമ്പൻ അട്ടിമറി സംഭവിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ എല്ലാവരും എഴുതിത്തള്ളിയ രാജസ്ഥാൻ റോയൽസ് ഇതാ മുംബൈ ഇന്ത്യൻസിനെ തകർത്തുതരിപ്പണമാക്കിക്കൊണ്ട് പ്ലേ ഓഫിലേക്ക് മാസ് എൻട്രി നടത്തിയിരിക്കുന്നു. കൊൽക്കത്തയുടെയും പഞ്ചാബിന്റെയും നെഞ്ചിരിട്ടിയിട്ടിക്കൊണ്ട് രാജസ്ഥാൻ പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പിച്ചതിന് പിന്നാലെ റിയാൻ പരാഗ് നടത്തിയ ആ വെളിപ്പെടുത്തൽ കേട്ട് ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വരെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് പോയിട്ടും രാജസ്ഥാൻ ടീമിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തിയ ഈ സുപ്രധാന നിമിഷത്തിൽ പരാഗ് സഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞ ആ രഹസ്യമെന്താണ്? IPL 2026-ലെ ആവേശപോരാട്ടങ്ങൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് പ്ലേ ഓഫ് ചിത്രങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ നടന്ന നിർണായകമായ മത്സരത്തിൽ മുംബൈയെ തകർത്തുതരിപ്പണമാക്കിക്കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിലേക്ക് ഒടുവിൽ യോഗ്യത നേടിയിരിക്കുന്നത്. ഈ വിജയത്തോടുകൂടി ഈ സീസണിലെ 4ാം സ്ഥാനക്കാരായി രാജസ്ഥാൻ ഫിനിഷ് ചെയ്തപ്പോൾ കൊൽക്കത്തയും പഞ്ചാബും ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ടീമുകളുടെയും പ്ലേ ഓഫ് പ്രതീക്ഷകൾ പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന പ്ലേ ഓഫ് യുദ്ധങ്ങളിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു, ഗുജറാത്ത് ടൈറ്റൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, പിന്നെ ഇപ്പോൾ യോഗ്യത നേടിയ രാജസ്ഥാൻ റോയൽസ് എന്നിവരാണ് കിരീടത്തിനായി നേർക്കുനേർ പോരാടാൻ ഒരുങ്ങുന്നത്. ഒരു ഘട്ടത്തിൽ രാജസ്ഥാൻ പുറത്താകുമെന്ന് കരുതി പഞ്ചാബും കൊൽക്കത്തയും അവരുടെ തോൽവിക്കായി കാത്തിരുന്നെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തിയാണ് രാജസ്ഥാൻ റോയൽസ് അവസാന നിമിഷം ഈ വമ്പൻ വിജയം പിടിച്ചെടുത്തത്. ഈ ആവേശകരമായ മത്സരത്തിന് ശേഷം രാജസ്ഥാന്റെ യുവതാരം റിയാൻ പരാഗ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ലോകത്തും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. മുൻ ക്യാപ്റ്റൻ സഞ്ജു സാംസണെക്കുറിച്ചും ടീമിലെ പുതിയ ബാറ്റിംഗ് സെൻസേഷനായ സൂര്യവംശിയെക്കുറിച്ചും പരാഗ് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മുൻ നായകന്മാരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വരെ ഞെട്ടിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് തുടക്കം മുതൽക്കേ തകർത്തടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിശ്ചിത ഓവറിൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് 205 റൺസ് എന്ന വമ്പൻ സ്കോറാണ് രാജസ്ഥാൻ ബോർഡിൽ അടിച്ചുകൂട്ടിയത്. മുംബൈയുടെ ശക്തമായ ബൌളിംഗ് ലൈനപ്പിനെ തല്ലിച്ചതച്ചുകൊണ്ട് രാജസ്ഥാൻ ബാറ്റ്സ്മാൻമാർ മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും റണ്ണൊഴുക്കുകയായിരുന്നു. 206 റൺസ് എന്ന വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് തുടക്കം മുതൽക്കേ രാജസ്ഥാൻ ബൌളർമാർ ശക്തമായ പ്രഹരമാണ് ഏൽപ്പിച്ചത്. സമ്മർദ്ദത്തിലായ മുംബൈ ബാറ്റ്സ്മാൻമാർക്ക് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായതോടെ അവർ കളിയിൽ നിന്നും പൂർണ്ണമായും പുറത്താകുകയും മത്സരം രാജസ്ഥാൻ റോയൽസ് ആധികാരികമായി ജയിച്ചുകയറുകയുമായിരുന്നു. ഈ വിജയത്തോടെ രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചതിന് പിന്നാലെയാണ് റിയാൻ പരാഗ് തന്റെ മനസ്സു തുറന്ന് സംസാരിക്കാൻ തയ്യാറായത്. ടീം പ്ലേ ഓഫിലെത്തിയതിൽ തനിക്ക് വിവരിക്കാൻ കഴിയാത്തത്ര സന്തോഷമുണ്ടെന്നാണ് പരാഗ് ആദ്യമേ വ്യക്തമാക്കിയത്. സീസണിന്റെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പ്ലേ ഓഫിലെത്തുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും ഈ നിർണായക നിമിഷത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് മുൻ ക്യാപ്റ്റൻ സഞ്ജു സാംസണെയാണെന്നും പരാഗ് വികാരാധീനനായി പറഞ്ഞു. സഞ്ജു സാംസൺ കൂടി ഇപ്പോൾ ഈ ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ താൻ ഇതിലും എത്രയോ കൂടുതൽ സന്തോഷിച്ചേനെ എന്നാണ് പരാഗ് തുറന്നു പറഞ്ഞത്. സഞ്ജു രാജസ്ഥാൻ റോയൽസിൽ ഉണ്ടായിരുന്ന സമയത്ത് അവന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഒരുപാട് മത്സരങ്ങൾ തനിക്ക് കളിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും അക്കാലത്ത് ഒരു കളിക്കാരൻ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സഞ്ജു തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും പരാഗ് ഓർത്തെടുത്തു. സഞ്ജു നൽകിയ ആ പിന്തുണയും പാഠങ്ങളുമാണ് തന്നെ ഇന്നത്തെ നിലയിലെത്തിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഈ വലിയ വിജയത്തിന്റെ അവസരത്തിൽ സഞ്ജുവിനോടാണ് താൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നതെന്നും പരാഗ് കൂട്ടിച്ചേർത്തു. സഞ്ജു ഇപ്പോൾ രാജസ്ഥാൻ വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലാണ് കളിക്കുന്നത് എങ്കിൽ പോലും അവൻ ഇപ്പോഴും രാജസ്ഥാനിൽ ഉള്ളതുപോലെ തന്നെയാണ് തനിക്ക് അനുഭവപ്പെടാറുള്ളത് എന്നാണ് പരാഗ് പറഞ്ഞത്. സഞ്ജുവും രാജസ്ഥാനും തമ്മിലുള്ള ആ ബന്ധം അത്രമേൽ ആഴത്തിലുള്ളതാണെന്ന് പരാഗിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇത്തവണ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തിയെങ്കിൽ അതിൽ വലിയൊരു പങ്ക് യുവതാരം സൂര്യവംശിക്കുണ്ടെന്നും പരാഗ് പ്രത്യേകം എടുത്തു പറഞ്ഞു. സൂര്യവംശിയുടെ അവിശ്വസനീയമായ ബാറ്റിംഗ് മികവാണ് ടൂർണമെന്റിലെ പല നിർണായക മത്സരങ്ങളിലും രാജസ്ഥാനെ തോൽവിയിൽ നിന്നും രക്ഷിച്ചതും ജയത്തിലേക്ക് നയിച്ചതും. സൂര്യവംശിയെപ്പോലൊരു മാച്ച് വിന്നർ ടീമിൽ ഉള്ളത് തന്നെ വലിയ ആത്മവിശ്വാസമാണെന്നും ഇതുപോലത്തെ ഒരു താരം കൂടെയുള്ളപ്പോൾ ഉറപ്പായിട്ടും ഇത്തവണ രാജസ്ഥാൻ റോയൽസ് IPL കിരീടം നേടുമെന്നും പരാഗ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. IPL-ന്റെ ആദ്യ പകുതിയിൽ രാജസ്ഥാൻ റോയൽസ് അപരാജിത കുതിപ്പാണ് നടത്തിയത്. കളിച്ച മത്സരങ്ങളിലെല്ലാം ആധിപത്യം പുലർത്തിയ അവർ പോയിന്റ് ടേബിളിൽ ഒന്നാമതായിരുന്നു. എന്നാൽ ടൂർണമെന്റിന്റെ പകുതിക്ക് ശേഷം ടീമിന് ചില പിഴവുകൾ സംഭവിച്ചതായും പ്രകടനം അല്പം നിറമങ്ങിയതായും പരാഗ് സമ്മതിച്ചു. തുടർച്ചയായ ചില തോൽവികൾ ടീമിനെ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും ആ പിഴവുകളെല്ലാം കൃത്യമായി തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ടീം ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന പ്ലേ ഓഫ് മത്സരങ്ങളിൽ കൂടുതൽ കരുത്തോടെയും വ്യക്തമായ പ്ലാനിങ്ങോടെയും കളിക്കളത്തിലിറങ്ങുമെന്നും കപ്പടിക്കുകയെന്ന ലക്ഷ്യത്തോടെ മാത്രമായിരിക്കും ഇനി മുന്നോട്ടുള്ള യാത്രയെന്നും പരാഗ് വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ സഞ്ജു സാംസൺ ക്യാപ്റ്റനായിരുന്ന സമയത്ത് രാജസ്ഥാൻ റോയൽസ് ഒരു തവണയെങ്കിലും IPL കപ്പ് നേടണമെന്ന് ആഗ്രഹിച്ച ലക്ഷക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളുണ്ട്, പ്രത്യേകിച്ച് സഞ്ജുവിനെ ജീവനായി കാണുന്ന മലയാളി ആരാധകർ. എന്നാൽ നിർഭാഗ്യവശാൽ സഞ്ജുവിന് രാജസ്ഥാനൊപ്പം കിരീടമുയർത്താൻ സാധിച്ചില്ല. ഈ സീസണിൽ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയെങ്കിലും അവിടെ സഞ്ജുവിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ചെന്നൈ ടീമിൽ സഞ്ജു സാംസൺ അല്ലാതെ മറ്റൊരു ബാറ്റ്സ്മാൻ പോലും നിലവാരമുള്ള പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു നായകൻ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും സഞ്ജു ഒറ്റയ്ക്ക് പോരാടുകയാണ് അവിടെ ചെയ്യുന്നത്.
സഞ്ജുവിനെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് ഒരു ടീമിനെ മുഴുവൻ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈക്ക് ഇത്തവണ പ്ലേ ഓഫിലേക്ക് മുന്നേറാൻ സാധിച്ചതുമില്ല. മറുഭാഗത്ത് സഞ്ജു ചെന്നൈയിലേക്ക് മാറിയ അതേ സീസണിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് ഒടുവിൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. തുടക്കത്തിലെ തകർപ്പൻ ഫോമിന് ശേഷം പകുതി വഴിയിൽ താളം തെറ്റിയ രാജസ്ഥാന്റെ പുറത്താകലിനായി പഞ്ചാബും കൊൽക്കത്തയും അടക്കമുള്ള ടീമുകൾ കാത്തിരുന്നെങ്കിലും അവസാന നിമിഷം മുംബൈയെ തകർത്ത് രാജസ്ഥാൻ തങ്ങളുടെ പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പിച്ചു. റിയാൻ പരാഗിന്റെ ഈ വെളിപ്പെടുത്തലുകളും സഞ്ജുവിനോടുള്ള നന്ദി പ്രകടനവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. സഞ്ജു ടീം വിട്ടെങ്കിലും രാജസ്ഥാൻ നിരയിലെ കളിക്കാർ ഇപ്പോഴും സഞ്ജുവിനെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടെന്നും ഓർക്കുന്നുണ്ടെന്നുമാണ് പരാഗിന്റെ വാക്കുകൾ തെളിയിക്കുന്നത്. പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ RCB, ഗുജറാത്ത്, ഹൈദരാബാദ്, രാജസ്ഥാൻ എന്നീ 4 വമ്പന്മാർ തമ്മിൽ മാറ്റുരയ്ക്കുമ്പോൾ ആരായിരിക്കും ഇത്തവണത്തെ IPL കിരീടം ഉയർത്തുക എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. എന്തായാലും രാജസ്ഥാൻ റോയൽസ് പൂർണ്ണ സജ്ജരായി കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന ആവേശകരമായ പ്ലേ ഓഫ് യുദ്ധങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും മുംബൈയെ തകർത്തുതരിപ്പണമാക്കി രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ പ്ലേ ഓഫിൽ കയറിക്കൂടിയിരിക്കുകയാണ്. സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് പോയിട്ടും രാജസ്ഥാൻ താരങ്ങളുടെ മനസ്സിൽ ഇന്നും സഞ്ജു തന്നെയാണ് രാജാവ് എന്ന് തെളിയിക്കുന്നതായിരുന്നു റിയാൻ പരാഗിന്റെ ഈ വാക്കുകൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സഞ്ജു സാംസൺ ഇല്ലാത്ത രാജസ്ഥാൻ റോയൽസിന് ഇത്തവണത്തെ IPL കിരീടം സ്വന്തമാക്കാൻ സാധിക്കുമോ? അതോ സഞ്ജു ഒറ്റയ്ക്ക് പോരാടുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം മാനേജ്മെന്റിന്റെ പിഴവുകളാണോ? നിങ്ങളുടെ പ്രവചനത്തിൽ RCB, ഗുജറാത്ത്, ഹൈദരാബാദ്, രാജസ്ഥാൻ എന്നീ 4 വമ്പന്മാരിൽ ആരായിരിക്കും ഇത്തവണത്തെ IPL കപ്പ് ഉയർത്താൻ പോകുന്നത്? നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങളും പ്രവചനങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.